നമസ്കാരം. ബേസിൽ ജോസഫ് എന്നാൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നായകൻ എന്ന് പറയാം. നായകൻ മാത്രമാണോ? സംവിധാനത്തിലും അദ്ദേഹം ഈ മികവ് കാട്ടിയിട്ടുണ്ട്. ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് മലയാള സിനിമയിൽ ഒരു പുതുമയുള്ളതാണെങ്കിലും അത് വളരെ പെട്ടെന്ന് ആ പട്ടം സ്വന്തമാക്കിയ ഒരാളെന്ന നിലയിൽ അത് ബേസിലിന് അവകാശപ്പെട്ടത് തന്നെയെന്ന് പറയാൻ സാധിക്കും. തുടരെ ഹിറ്റുകൾ അടിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് തകർക്കുകയാണ്. മിന്നും താരമെന്ന അക്ഷരാർത്ഥത്തിൽ പറയാം. ബേസിൽ സംവിധാനം ചെയ്ത സിനിമകളിൽ നായകന്മാർ പലരും അമാനുഷിക കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും അയാൾ അഭിനയിക്കുന്ന സിനിമകളിലെല്ലാം പ്രത്യേകത അയാൾ ഒരു സാധാരണക്കാരനായിരിക്കും എന്നതാണ്. ഒരു സാധാരണക്കാരന്റെ കഥാപാത്രമായി മലയാളി പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹിറ്റ് ഉറപ്പാണ് എന്ന് മോഹൻലാൽ സത്യനന്ദിക്ക ചിത്രങ്ങൾ പോലും വളരെയധികം യാഥാർത്ഥ്യമാക്കുന്നു. ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച് വലിയ നിരകളിൽ നായക നിരയിലേക്ക് ഉയർന്നപ്പോൾ അയാൾ അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റ് അടിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ബേസിൽ നസ്രിയ കോംബോ ആദ്യമായി ഒന്നിച്ച സൂക്ഷ്മദർശിനിയും പ്രേക്ഷകരുടെ പ്രിയം നേടി സൂപ്പർ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേസിലിന്റെ ആദ്യ 50 കോടി നേട്ടം MC സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനിയിലൂടെയാകുമെന്നാണ് എല്ലാവരുടെയും കണക്കുകൂട്ടലുകളിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഒന്നുകിൽ മകൻ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ അയലത്തെ യുവാവ്, അങ്ങനെ ഓരോ സിനിമകളിലും തുടർന്നു വന്ന പരിപാടി ഒന്നടിമുടി മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബേസിൽ സൂക്ഷ്മദർശിനിയിലൂടെ. ചിത്രത്തിൽ ഒരു സ്നേഹനിധിയായ മകന്റെ വേഷത്തിലാണെങ്കിലും ആ മകൻ ആളൊരു ചില്ലറക്കാരനല്ല എന്ന് സിനിമയുടെ അവസാനത്തോടടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. സൂക്ഷ്മദർശിനിയിലൂടെ തന്നെ ബേസിൽ പ്രേക്ഷകരെ ഏവരെയും തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് പറയാം. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ബേസിൽ അല്ല ആ സിനിമയിലുള്ളതെന്ന് പറയണം. കുറച്ച് സീരിയസ് ആയിട്ട് നിന്ന് കുറച്ച് ഹൊററും ത്രില്ലറും ഒക്കെ നൽകുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ബേസിലിൻ്റെത്. ബേസിൽ ഇതുവരെ ചെയ്തതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായാണ് ചിത്രത്തിലെ മാനുവൽ എന്ന കഥാപാത്രം എന്ന് എടുത്തു പറഞ്ഞേ മതിയാകും. മാനുവലിനെ ബേസിൽ സ്വതസിദ്ധമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും അതിനെ മികച്ചതാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അയാളുടെ ഓരോ ചലനങ്ങളിൽ പോലും, വാക്കിലും നോക്കിലും മാനറിസങ്ങളിൽ പോലും തന്നെ വളരെ മാനുവലായി അയാൾ തന്നെ ജീവിക്കുകയായിരുന്നു എന്ന് പറയാം. പ്രേക്ഷകർ ഈ മാറ്റം ഏറ്റെടുത്തു എന്ന് തന്നെ തിയേറ്ററുകളിൽ നിന്നുള്ള റെസ്പോൺസുകൾ വരുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ജാനേ മൻ, പാൽതു ജാൻവർ, ജയ 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 ഹേ, കഠിന കഠോരമി അണ്ടകടാഹം, ഫാലിമി, ഗുരുവായൂർ അമ്പൽ നട, നുണക്കുഴി, അങ്ങനെ അഭിനയിച്ച സിനിമകളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റടിച്ചപ്പോൾ ഇപ്പോൾ ഇതാ സൂക്ഷ്മദർശിനിയിലൂടെയും സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് സംവിധായകനിലെ സംവിധായകനൊക്കെയായ ബേസിൽ. പ്രായഭേദമന്യേ ഏവരും വലിയ പിന്തുണയാണ് ചിത്രത്തിന് ആദ്യവാര്യം നൽകിയിരിക്കുന്നത്. റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ഒക്കെ തന്നെ പൂർണ്ണ പിന്തുണയോടെ ഹൗസ്ഫുൾ ഷോകൾ മുന്നേറിക്കൊണ്ട് 2ാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതാ സൂക്ഷ്മദർശിനി. അയൽവാസികളായ പ്രിയദർശിനിയും മാനുവൽ എന്നീ കഥാപാത്രങ്ങളിലായിട്ടാണ് നസ്രിയയും ബേസിലും എത്തുന്നത്. ഒരു അടിപൊളി കോംബോ തന്നെയാണെന്ന് പറയാം. ഇവരുടെ ഇന്റർവ്യൂകൾ കണ്ട് സിനിമയിലേക്ക് എത്തിയവർക്ക് തന്നെ ആ കോംബോയോ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. രണ്ടുപേരും നല്ല ഉഗ്രൻ ശത്രുക്കളായി തന്നെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കഥാപാത്രങ്ങളെ സിനിമയ്ക്ക് മുന്നിൽ എത്തിച്ചത് എന്ന് പറയാം. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൗതുകവും ഉദ്വേഗജനകവുമായ ആകാംക്ഷയുമായ ഒക്കെ തന്നെ ഉണ്ടാക്കുന്ന ചില സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്നതിലൂടെ ചിത്രം ആവേശകരമായി തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. നസ്രിയയും ബേസിലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുക എന്നത് മാത്രമല്ല, ഇതിനെ തുടർന്ന് നസ്രിയയുടെ ഭർത്താവായി ദീപക് പറമ്പോളും എത്തി. ഇതിനോടൊപ്പം തന്നെ കൂട്ടുകെട്ടിൽ സിദ്ധാർത്ഥ് ഭരതൻ കൂടിയായപ്പോൾ ഇതൊരു അടിപൊളി കോംബോ ആയി തന്നെ മാറുകയായിരുന്നു. കൂടാതെ തന്നെ കോട്ടയം രമേശ്, അഖില ഭാർഗവൻ, പൂജ മോഹൻരാജ്, മെറിൻ ഫിലിപ്പ്, മനോഹരി ജോയ്, ഹെസ ഹെമഹക്, ഗോപൻ മങ്ങാട്, ജയ കുറുപ്പ്, റിനി ഉദയകുമാർ, ജെയിംസ്, നൌഷാദ് അലി, അപർണ റാം, സരസ്വതി മേനോൻ, അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങിയവരും ശ്രദ്ധേയ വേഷങ്ങളിൽ തന്നെ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും AVA പ്രൊഡക്ഷൻസിന്റെ ബാനറുകളിലാണ് ഈ ചിത്രം എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിയത്. സമീർ താഹിർ, ഷൈജു ഖാലത്ത്, AV അനൂപ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. തിരക്കഥ രചിച്ചിരിക്കുന്നത് ലിബിനും അതുലും ചേർന്നുകൂടിയാണ്. ചിത്രത്തിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റോസ് സേവ്യറാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായി എത്തിയത് ഇംതിയാസ് ഖദീറും സനു താഹിറും, ഛായാഗ്രഹണം ശരൺ വേലായുധനുമാണ്. ചിത്ര സംയോജനം ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോയാണ്. ഗാനരചന മൂരി, പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സർക്കാസനവും യെല്ലോ ടൂട്ട്സും ചേർന്നാണ്. ചീഫ് അസോസിയേറ്റ് എത്തിയത് രോഹിത് ചന്ദ്രശേഖറും, ഫിനാൻസ് കൺട്രോളർ എത്തിയത് ഷൗക്കത്തും കല്ലൂസുമാണ്. സംഘടനം PC സ്റ്റൺസ്, VFX നൽകിയിരിക്കുന്നത് ബ്ലാക്ക് മരിയാണ്. കളറിസ്റ്റ് ആയത് ശ്രീക് വാര്യരും, വിതരണം ഭാവന റിലീസുമാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചിത്രം ഏറ്റെടുത്തു എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. ബേസിൽ നസ്രിയ കോംബോയിൽ പിറന്ന ഒട്ടനവധി ഇന്റർവ്യൂകളും നമുക്കുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂകളിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിച്ച ഒരു കോംബോ ലഭിക്കാനായിട്ടായിരുന്നു തിയേറ്ററിലേക്ക് എത്തിയത്. എന്നാൽ ചിരി പടരുന്ന കോംബോ പ്രതീക്ഷിച്ചപ്പോൾ വളരെ ത്രില്ലിംഗ് ആയിട്ട് സീറ്റ് ടച്ചിങ് ആയി തോന്നിയ ഒരു ക്ലൈമാക്സോടുകൂടി സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി.